ഡോക്ടർ ബി ജയരാജ്, ഈ സാധാരണ രീതിയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ സ്ഥലം മാറ്റം കിട്ടിയവരെ തിരികെ പ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇത്തവണ ഇതുവരെയും അത് നടന്നിട്ടില്ല. അതായത് CPM ജില്ലാ നേതൃത്വം നൽകുന്ന പട്ടിക പ്രകാരം വേണം സ്ഥലം മാറ്റം എന്നാണ് കേൾക്കുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായൊരു വാർത്ത ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ കത്തും ശുപാർശയുമല്ലേ പോലീസിനെ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അതിനകത്ത് ഏത് മുന്നണി ഭരിച്ചാലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവും. കാര്യം നിയമ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് തടയാനൊന്നും പറ്റില്ല. കാരണം പൊതുപ്രവർത്തകരാണ്. ഇപ്പം അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു ആണെങ്കിലും ജോർജ് ജോസഫ് ആണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ പല പല കാര്യങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ ചെല്ലാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റെക്കമെൻഡേഷൻ കൊണ്ടായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കും പോകുന്നത്. നമ്മുടെ ഒരു പരിചയക്കാരനെ പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അതിന്റെ കാര്യത്തിന് വേണ്ടി പോകുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിൽ എവിടെ നിന്നാണ് നമ്മളുടെ പ്രതിക്ക് പെട്ടെന്ന് ഒന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുന്നത് എന്നുള്ള സോഴ്സ് നമ്മൾ ഉപയോഗിക്കും. അത് സോഫ കാണാൻ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല, അത് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഊരിക്കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് കേസുകൾ കൂടുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേഖപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. മറ്റു പല സംസ്ഥാനം, ഇപ്പൊ ചെന്നൈയിൽ ഞാൻ പോയപ്പോൾ ഒരാഴ്ച ഒരു സ്ട്രീറ്റിൽ ഞാൻ താമസിച്ചപ്പോൾ ഒരു 7 സെൽഫ് ഇമോളേഷൻ കണ്ടു. നേരിട്ട് ഞാൻ കണ്ടതാണ്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക. പക്ഷെ ഒരൊറ്റ എണ്ണം റിപ്പോർട്ട് ചെയ്യത്തില്ല, അവിടെ അടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ അവർ അക്കൗണ്ടബിൾ ആണ്. അവർക്കെതിരെയുള്ള അക്രമങ്ങൾ അക്കൗണ്ടബിൾ ആണ്. എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം. അല്ലാതെ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ നശിച്ചതുകൊണ്ടോ ഇവിടുത്തെ വല്ല ഭരണ സംവിധാനം തകരാറിലായതുകൊണ്ടോ ഒന്നുമല്ല. ആ ഒരു അർത്ഥത്തിൽ അതിനെ എടുക്കരുത്. കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യുന്നത് ഇവിടുത്തെ പോലീസ് ഫോഴ്സിന്റെ ചിട്ടയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ലെവലുകൊണ്ട് അവരുടെ ഓർഗനൈസേഷന്റെ സ്കിൽസ് കൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ അതിന് അതീതമായെന്ന് ചിന്തിക്കേണ്ടി വരും. എന്താണ് അവരുടെ നേച്ചർ ഓഫ് വർക്ക്, എങ്ങനെയാണത് ഡോക്യുമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊക്കെ അഡ്വക്കേറ്റിന് ഞാൻ പറഞ്ഞു തരേണ്ടുന്ന കാര്യമില്ല. എന്നാലും നമുക്ക് ആരോപണം നടത്തണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ആരോപണം നടത്താം. ഈ രാഷ്ട്രീയ ഇടപെടൽ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെയൊക്കെ പ്രീ ഡിഗ്രി സമയത്ത് കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയം പോലീസ് സ്റ്റേഷനുകൾ ഭരിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ പ്രദേശത്തെ RSS പ്രവർത്തകരാണ്, BJP പ്രവർത്തകരൊക്കെ ആയിരുന്നു. അതാണ് കാലാകാലങ്ങളായുള്ള ഈ പ്രവർത്തന രീതിയാണ് പ്രശ്നം.